ഇന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. മലയാളികൾക്ക് ലാലേട്ടനെ പറ്റി അറിയാത്ത ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല അല്ലേ? അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമുക്ക് നമ്മുടെ മലയാളി പ്രേക്ഷകരോട് അദ്ദേഹത്തിനെ കുറിച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചു നോക്കാം. എത്രത്തോളം മലയാളികൾക്ക് ലാലേട്ടനെ അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ വായോ നമുക്ക് ചോദിച്ചു നോക്കാം. മോഹൻലാലിന്റെ ചിത്രം ഒരു പാട്ട് പാട്ട് പാടില്ല. അതിലെ കോമഡികള് മോഹൻലാലിന്റെ ചോദിക്കുന്നു. മോഹൻലാലും ശോഭന അഭിനയിച്ച ആ കോമ്പോ ഇഷ്ടമാണോ? തുടരും സിനിമ കണ്ടായിരുന്നു? തുടരും കണ്ടില്ല. മോഹൻലാലും ശോഭന സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു 5 സിനിമകൾ പറയാൻ പറ്റും മോഹൻലാലും ശോഭന മൺചിത്രത്താഴ്, തുമ്പിക, പാർവതിയ. ഇതാണ് ആ സിനിമ. സിനിമയിലെ അല്ല, ഇത് മറ്റേ കിളി അക്കസോട്ടോ. അതാണ് അക്കസോട്ടോ, നമ്മുടെ യോധ. ക്യാരക്ടറിന്റെ പേര് ക്യാരക്ടറിന്റെ പേര് ഓർമ്മയില്ല. പറഞ്ഞതല്ലേ? അക്കസോട്ടോ എന്നാണ് മറ്റേ കൊച്ചു വിളിക്കുന്നത്. പക്ഷെ മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ പേര് ആസ് സച്ച് ഓർമ്മയില്ല. മോഹൻലാൽ അന്ധനായി അഭിനയിച്ച ഒരു സിനിമ ഗുരു. ഗുരു അല്ലാണ്ട് മറ്റേ പാട്ടുള്ളത് മറ്റേ സിനിമ മോഹൻലാലിന്റെ ഒരു സിനിമയുടെ പേര് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. അത് ഏതാ മലയാള സിനിമ എന്ന് പറയണം. ദ ഓർണേറ്റ് ലോക്ക്. ഇതാണ് മോഹൻലാലിന്റെ സിനിമയുടെ പേര്. അതിന് മലയാളം ഏതാ? മണിച്ചിത്രത്താഴോ? മണിച്ചിത്രത്താഴ്. ഓക്കെ, വെരി താങ്ക് യു. മോഹൻലാൽ പോലീസ് ഓഫീസറായി അഭിനയിച്ച 2 സിനിമയുടെ പേര് പറയാം. ബാബ കല്യാണി, ലോഹം. ഓക്കെ, താങ്ക് യു. മോഹൻലാൽ അന്ധനായി അഭിനയിച്ച ഒരു സിനിമ. അന്ധന എന്ന് പറഞ്ഞ അയ്യോ അന്ധനായ അറിയായിരുന്നല്ലോ. സിനിമയുടെ പേര് കിട്ടില്ല. അന്ധനായി അഭിനയിച്ചത് ഒപ്പം. ഞങ്ങൾ മോഹൻലാലിന്റെ ഒരു സിനിമയിലെ മോഹൻലാലിന്റെ ഒരു ലുക്ക് കാട്ടിത്തരാം. അത് ഏത് സിനിമയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓട്ടോ. ഇതിലെ ക്യാരക്ടറിന്റെ പേര് മോഹൻലാലിന്റെ സുധി. ഞങ്ങൾ വേറൊരു മോഹൻലാലിന്റെ ഒരു ഫോട്ടോ കാട്ടിത്തരാം. അത് ഏത് സിനിമയാണെന്ന് പറയാമോ? ഐഡന്റിഫൈ ചെയ്യാമോ? ഇതാണ് ആ ക്യാരക്ടർ. ഏത് സിനിമയാണെന്ന് സിനിമയാണ്. മോഹൻലാലിന്റെ ഒരു സിനിമയുടെ ഇംഗ്ലീഷ് പേര് ഞാൻ പറയാം. അത് ഏതാ മലയാള സിനിമ നിങ്ങൾ പറയണം. പറയട്ടെ. ദ ഓർണേറ്റ് ലോക്ക്. ദ ഓർണേറ്റ് ലോക്ക്. ORNATE. മൺചിത്രത്താഴ്. മോഹൻലാലിന്റെ ഒരു സിനിമയിലത്തെ ഒരു ക്യാരക്ടർ ഏതാന്ന് പറഞ്ഞില്ലെങ്കിലും സിനിമ ഏതാന്ന് പറയണം. ഇതാണ് ക്യാരക്ടർ. കലപ്പണി. ഒരെണ്ണം കൂടി. ദിസ് വൺ. മഞ്ഞിൽ വരുന്നത്. നോ. ഇപ്പൊ ട്രോളിലും ഇൻസ്റ്റയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോയാ. വെച്ച് തുടങ്ങണേ. ക്ലൂ ഇത്രേ ഉള്ളോ? അറിയില്ല. അമൃതം കമ്മയാണ് സിനിമ. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്, അറിയായിരുന്നോ? അപ്പൊ ലാലേട്ടൻ ശോഭന കോമ്പോയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു 5 എണ്ണം പറയാൻ പറ്റുമോ? എല്ലാവരും പക്ഷേ പറഞ്ഞോ. 4 എണ്ണമായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ 2 ഫോട്ടോ കാട്ടിത്തരാം. രണ്ടും ഒരേ ലുക്കിൽ ഒരേ വണ്ടി മോഹൻലാൽ ഓടിക്കണ എന്ന 2 സിനിമകളാണ്. ആ 2 സിനിമകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ഫോട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു. മോഹൻലാൽ എപ്പോഴും ഒരു തോള് ചെരിഞ്ഞല്ലേ നടക്കുക. അത് ഏത് സൈഡാ? റൈറ്റ്. ഉറപ്പിക്കാവോ? ഓക്കെ, റൈറ്റ് ആണ്. ഞാനൊരു മോഹൻലാലിന്റെ ഒരു സിനിമ, അത് മലയാള സിനിമയെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതാ സിനിമ എന്നൊന്ന് പറയണം. മലയാള സിനിമയുടെ പേര് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയട്ടെ.
ദ ഓർണേറ്റ് ലോക്ക് അതാണ് സിനിമയുടെ പേര്. ORNATE, ഓർണേറ്റ് ലോക്ക്. മോഹൻലാലിൻ്റെ ഫേമസ് ഒരു മൂവിയാണ്. ഒരുവിധം പഴയത്. ഓർണേറ്റ് ലോക്ക് ഇതൊന്ന് മലയാളത്തിലേക്ക് ആക്കിയ ആ സിനിമയെ മണിച്ചിത്രത്താഴ്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.